ഇവിടെ കൊല്ലത്ത് ഈ കൊല്ലത്ത് നിന്ന് കലോത്സവം എത്തുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്ന ഒരു പക്ഷേ ഇത് നാടക മത്സരം ആരംഭിക്കുന്നു. രാവിലെ 9:30 അത് സോപാനത്തിൽ നാടക മത്സരം ആരംഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കൊല്ലംകാരുടെ ഒരു നാടക ഇഷ്ടമൊക്കെ നമുക്കറിയാം. നമുക്ക് രാജേഷ് ശർമ്മ നമ്മോടൊപ്പം ഇപ്പൊ ചേരും. നമസ്കാരം. കൊല്ലത്തേക്ക് നാടകം എത്തുമ്പോൾ ഉറപ്പായിട്ടും മുന്നിൽ കിട്ടുമ്പോൾ എനിക്ക് മൈക്കുമേ വരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ചീഫ് ഉണ്ടല്ലോ, എസ് ലല്ലു. ലല്ലു കൂടി ഉണ്ട്. ലല്ലു ഇപ്പൊ ഊട്ടുവരയിലാണ്. ഭക്ഷണത്തിന്റെ ഏരിയയിലാണ്. അതെ, തനി കുണം തന്നെ. ലല്ലു പരവൂരുകാരനാണ്. ലല്ലുവിന് ഇവിടെ മാധ്യമപ്രവർത്തനം നടക്കുന്ന സമയത്ത് ലല്ലുവായിട്ട് വലിയൊരു ബന്ധമുള്ള ഇപ്പൊ നമുക്ക് എത്തിക്കാം, ഉടനെ എത്തിക്കല്ലോ. ലല്ലുവിനെ എത്തിച്ചാൽ, കാരണം ഇത്തിരി ഇപ്പൊ വെയ്യ എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങള് ഈ ഒരു കുറവില്ല കേട്ടോ. എല്ലാ കലോത്സവ വേദികളിലും നാടക മത്സരം കാണാനായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഒരുമിച്ച് കൂടാറുണ്ട്. ഇപ്പൊ 3-4 വർഷമായിട്ട് മാത്രമേ ഉള്ളൂ. കാരണം ഞാനും സിനിമയുടെ പരിപാടികളൊക്കെ ഇങ്ങനെ പോകുന്നു. ലല്ലുവിനും വയ്യാതൊക്കെ ആയി. അങ്ങനെയൊക്കെയുള്ള ഒരു ലല്ലു മാത്രമല്ല, ലല്ലുവിന്റെ വൈഫ് അനുപമ, അതൊക്കെ ഞങ്ങള് പരിചയക്കാരാണ് മൊത്തത്തില്. പിന്നെ ഞങ്ങൾ അല്ല, ഞാൻ ചോദിക്കട്ടെ രാജേട്ടാ, ഈ കൊല്ലമാണ്, കൊല്ലത്തിന്റെ സ്വന്തം നാടക നടനുമാണ്. ഈ കൊല്ലത്ത് ഈ കലോത്സവം എത്തുമ്പോൾ സോപാനത്തിൽ നിങ്ങളൊക്കെ പരിശീലിച്ച കളരിയിലേക്ക് നാടക മത്സരം എത്തുമ്പോൾ അതിന്റെ ഒരു ഫീല് ആയിട്ടിരിക്കുകയാണ് പുതിയ തലമുറ. സോപാനത്തിന്റെ സ്റ്റേജിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് നടന്മാര് നിന്ന് അവതരിപ്പിച്ച് നാടകം കളിച്ചിട്ടുള്ള സ്ഥലമാണ്. പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ. കാരണം രവീന്ദ്രനാഥ് നായരും അദ്ദേഹം നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം നമുക്ക് തന്ന ഏറ്റവും വലിയ, അദ്ദേഹം നാടകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഓഡിറ്റോറിയമാണ് ഈ സോപാന ഓഡിറ്റോറിയം. ഞാനൊക്കെ അവിടെയായിരുന്നു. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ നാടകം കളിച്ചിട്ടുള്ളത് ആ സോപാനത്തിന്റെ റിഹേഴ്സൽ ചെയ്തിട്ടുള്ളതും ആ സ്റ്റേജിലാണ്. അവിടെ ഇന്ന് നമ്മൾ പുറത്തിരുന്നുകൊണ്ട് ഈ കുട്ടികളുടെ പ്രകടനം കാണുക എന്ന് പറയുന്നത് ഭയങ്കര. ഇപ്പം ആക്ടിംഗിലാണെങ്കിലും അതെ, ഇതിന് വരുന്നത് ലല്ലു ഉണ്ട്. ലല്ലു സ്പീക്കിംഗ്. ഹലോ ലല്ലു. ഞാൻ ദാ ഇവിടെ ആശ്രാമത്ത് ഫ്രണ്ടിൽ ഞാനിങ്ങനെ ഈ ന്യൂസ് 18 കണ്ടപ്പോ ഞാൻ നിന്നെ തിരക്കിയത്. അപ്പോഴാണ് അതെ ഇവിടെ പറഞ്ഞു, നീ കറക്റ്റ് സ്ഥലത്താ നിൽക്കുന്നത്. നീ പാചകത്തിന്റെ ഭാഗത്ത് തന്നെ നീ ഒരു പാചക കുതുകി. അല്ല, നീ തെറിയൊന്നും വിളിക്കല്ലേ. നമുക്ക് നാടകത്തിലേക്ക് മടങ്ങിയെത്തല്ലേ. ഈ ഒരുപാട് ആചാര്യന്മാരുടെ ഒരു അല്ലേ, അത് ചോദിച്ചു ആരെന്തോ കൃത്യം ചോദിക്കാൻ വരെയായിരുന്നു. ഇപ്പം ഈ കുട്ടികളുടെ നാടകം കാണാനിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അത് കഥയിലായിക്കോട്ടെ, സ്ക്രിപ്റ്റിംഗിലായിക്കോട്ടെ, ആക്ടിംഗ് രീതിയിലായിക്കോട്ടെ, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റത്തെയൊക്കെ ഏത് രീതിയിലാണ് കാണുന്നത്? ശരിയാണ്, നാടകത്തിനോടുള്ള സമീപനവും ആക്ടിങ്ങിന്റെ ഇതും അവതരണത്തിലും ഒക്കെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. നാടകം തന്നെ, അതായത് ശങ്കരപ്പിള്ള സാറ് കൊല്ലത്ത് തന്നെ, ശങ്കരപ്പിള്ള സാറ് നാടകക്കളരി പ്രസ്ഥാനം ആരംഭിച്ച് സമയത്ത് ഇവിടെ ഒരു കച്ചവട ഇല്ലെങ്കിൽ കൊമേഴ്സ്യൽ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിനിടയിലേക്കാണ് ഈ കളരി പ്രസ്ഥാനം വരികയും ഏറ്റവും മനോഹര സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ പിന്നീട് ഉണ്ടാവുകയും പുതിയ തരം നാടക രീതികൾ, പരീക്ഷണ നാടകങ്ങൾ എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടെ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ടുള്ള നടന്മാര് ഇപ്പോൾ വളരെ ആക്ടിങ്ങിനകത്ത് തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ട്, അവതരണങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പോൾ ദീപൻ ശിവരാമനെ പോലെയുള്ള ആളുകൾ, ഇല്ലെങ്കിൽ ജ്യോതിഷം ജി, ഇല്ലെങ്കിൽ ശ്രീജിത്ത് രമണൻ, ഇവരെ പോലെയുള്ള ആളുകൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്ത്, ഇവരൊക്കെ വേറൊരു തരം പുതിയ നാടക ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അനുഭവിക്കാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ ശബരിമല പോലെ ഈ നാടക മത്സരം കാണാനായിട്ട് വരുന്നത്. ഞാൻ ഈ പ്രശാന്തന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന്, ഇപ്പോൾ കലോത്സവത്തിന്റെ സമയമാണ്, നമ്മളൊരു സന്തോഷത്തിലൊക്കെ നിൽക്കുന്നത്. പക്ഷെങ്കിൽ പോലും ഈ നാടക മത്സരം നടക്കുമ്പോൾ പ്രശാന്തേട്ടനെ മിസ് ചെയ്യപ്പെട്ടില്ല. നിങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് നാടകത്തിൽ ഈ കൊല്ലത്തെ മുഴുവൻ നാടകക്കാർ ഇന്ന് ആ കലോത്സവ വേദിയിലെത്താൻ സാധ്യതയുമുണ്ട്. നാടകവും പ്രശാന്തും കൊല്ലവും വലിയ ബന്ധമാണ്. തിരുവനന്തപുരത്താണ് പ്രശാന്തെങ്കിലും. ഛായാമുഖി രൂപപ്പെടുന്നത് കൊല്ലത്തെ പ്രകാശ് കലാകേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്നിപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആക്ടിംഗ് ഫാക്കൽറ്റി ആയിട്ടുള്ള ശ്രീജിത്ത് രമണൻ,
ശ്രീ PJ ഉണ്ണികൃഷ്ണൻ ഇവരൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. പിന്നീടാണത് പ്രശാന്ത്, ലാലേട്ടനും അവരുടെ കയ്യിലേക്കൊക്കെ പോകുന്നത്. അത് ഏതാണ്ട് 9ഓളം നാടകങ്ങൾ ഞാൻ കളിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രശാന്ത് ചെയ്ത ഒരുപാട് മാജിക്കുകളുണ്ട്, പാട്ടുകളുണ്ട്. പൂക്കളെ തേടി എന്നൊക്കെ പറയുന്ന പാട്ട് എനിക്ക് പാടുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പാടാത്തത്. ഞാൻ കൂട്ടത്തിൽ പാടുന്ന കൂട്ടത്തില്ല. അപ്പൊ അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവിടെ കൂടുന്ന നാടക പ്രവർത്തകർ ഇത് തീർച്ചയായിട്ടും ഓർക്കും. ചിലപ്പോൾ അവിടെ നല്ല മനോഹരമായ പാട്ടുകളുണ്ടാവും. ഏത് പ്രശാന്തിന്റെ പാട്ടുകൾ അവിടെ പാടാൻ സാധ്യതയുണ്ട്. നാടകത്തിന്റെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പൊ അതെല്ലാം ഇന്ന് ഓർമ്മപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ നന്ദി രാജേഷേട്ട സംസാരിച്ചതിന്. ലല്ലു ഉടനെ എത്തും കേട്ടോ. ലല്ലുവിനെ എന്തായാലും മീറ്റ് ചെയ്യിപ്പിക്കും ഞങ്ങള്. ലല്ലു നാടകത്തിന്റെ സ്ഥലത്ത് കാണും, അതുറപ്പാ. കാരണം ഇതെല്ലാത്തിന്റെയും ഒരു ജംഗ്ഷൻ അവിടെ ആയിരിക്കും. അപ്പൊ ഞങ്ങളും അങ്ങോട്ട് എത്തുന്നുണ്ട്. ഒരുപാട് പാട്ടൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും രാജേഷ് ശർമ്മ ചലച്ചിത്ര താരം, നാടക പ്രവർത്തകൻ ഒക്കെയാണ് നമ്മുടെ സംസാരിച്ചത്.